Hello everyone, welcome back to my channel. ഞങ്ങൾ കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ടൊരു ഫാമിലി ട്രിപ്പിന് വന്നിരിക്കുകയാണ്. കട്ടപ്പനയിലുള്ള മെമ്മറീസ് എന്ന് പറയുന്ന ഒരു ഫാം സ്റ്റേയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ എപ്പോഴും ഇങ്ങനെ കോടയും മഞ്ഞും മഴയൊക്കെ ആയിട്ടുള്ളൊരു ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഈ വീടിൻ്റെ മെജോറിറ്റി പണി തീർത്തിരിക്കുന്നത് റോക്സ് വെച്ചിട്ടാണ്, കല്ല് വെച്ചിട്ടുള്ള വീടാണ്. അത്ര പഴയതൊന്നുമല്ല. ഇവിടെ കുറേ ഡെക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ 4 മുറിയുള്ളെങ്കിലും ഒരുപാട് പേർക്ക് വന്ന് താമസിക്കാം. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ഫുഡാണ് തന്നത്. ഞങ്ങൾ വൈകി എത്തിയത്. അപ്പോൾ തന്നത് ബിരിയാണി റൈസും ചിക്കൻ റോസ്റ്റും ആയിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. എന്ത് ഫിഷ് ഏടാ? കോഴി ഉണ്ടല്ലേ എന്ന് തോന്നിയായിരുന്നു. താഴോട്ട് ബുബു, കൈ താഴ്ത്തപ്പ. കുട്ടികൾക്ക് ഈ സ്ഥലം പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ കുറേ ആനിമൽസും ഫിഷും ഒക്കെ ഉണ്ട്. ഇത് അവരുടെ ഫിഷ് പോണ്ടാണ്. ഇപ്പം ഞങ്ങൾ പോകുന്നത് അവരുടെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളൊരു ഗാർഡനിലേക്കാണ് കേട്ടോ. നല്ല ഓർഗാനിക്കും ടേസ്റ്റിയുമായിട്ടുള്ള മൊസമ്പി ആയിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ്, ATV റൈഡ്. ഇപ്പൊ ഉന്നം കൊള്ളിക്കോ അത്ര. ഓ അടിപൊളി. വിവരം അറിയോ ഏട്ടാ? എത്ര ആഴുണ്ട്? ദാറ്റ് പൂൾ വാസ് സൂപ്പർ കോൾഡ്. ഓക്കെ, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസ് ഇട്ട ടാങ്കിലേക്ക് ഇറങ്ങിയൊരവസ്ഥയായിരുന്നു. ബട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ കിഡ്സിൻ്റെ കൂടെ. ഇറ്റ് വാസ് ഫൺ. അത് കഴിഞ്ഞ് മുകളിൽ വന്ന് ഞാൻ പിന്നെയും വീടിൻ്റെ തന്നെ ഒരു ടൂർ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ ചുറ്റുവട്ടമൊക്കെ.
പക്ഷെ അപ്പോഴേക്കും ഫോഗൊക്കെ നന്നായിട്ട് സെറ്റിലായി, എനിക്ക് വിസിബിലിറ്റി നന്നായിട്ട് കുറഞ്ഞായിരുന്നു. ബട്ട് പ്രത്യേകതരം ഒരു വൈബായിരുന്നു. ഫ്രണ്ട് താഴെ ഓസ്ട്രിച്ചസ് ഉണ്ട്, അതിന് കാണാനുള്ള ഓട്ടോ കേട്ടോ. എടി നീ കൊടുത്ത് തിന്നിട്ടത് അപ്പുറത്ത് കൂടെ അഞ്ജലി, ഗുഡ് ഗേൾ അഞ്ജു. കിച്ച മുകളിൽ അതിന് എത്തൂല്ലപ്പ. വീടിൻ്റെ അകത്തൊരു കുഞ്ഞു കിച്ചണുണ്ട്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വേണമെങ്കിൽ അവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ഇത് അവിടുത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ അത്ര അടിപൊളി ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ക്യാപ്ചർ ആയിട്ടില്ല. പിന്നെ അവിടെ ചേട്ടൻ ഫയർ സ്റ്റാർട്ട് ചെയ്തു. ഗ്രിൽ ചെയ്യാനുണ്ട് ചിക്കൻ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫയർ സ്റ്റാർട്ട് ചെയ്തത്. ഗ്രിൽ ചിക്കൻ കൂടാതെ ഞങ്ങൾക്ക് ഇത് ഓൾറെഡി ഞങ്ങളുടെ ഫെയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിന്നറും ഉണ്ടായിരുന്നു. പൊറോട്ട, ചപ്പാത്തി, പിന്നെ ചിക്കൻ കറി ആയിരുന്നു. രാത്രിയിൽ ക്യാമ്പ് ഫയറും ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് കിടന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. രാവിലെയുള്ള വ്യൂ ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്തിനേക്കാളും. എന്നാലും വിസിബിലിറ്റി വലുതായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് നേരം കൂടെ ചുറ്റി നടന്ന് അവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. എനിക്ക് ആ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തണുത്ത ക്ലൈമറ്റാണ് ചൂടിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു. ഇടിയപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഫാമിലിക്ക് പോയി. അവിടെ ബണ്ണീസും പിന്നെ കുറച്ച് ടർക്കീസും മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. മൊത്തം കോടയും മഴയൊക്കെ ആയതുകൊണ്ട് ബാക്കിയുള്ള ആനിമൽസിനൊന്നും പുറത്തേക്ക് കഴിച്ചില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇവരെ മാത്രം കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബണ്ണീനെ. കിഡ്സിനെ സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടത്. അതൊക്കെ കഴിഞ്ഞ് വിത്ത് എ ഹെവി ഹാർട്ട് ഞങ്ങൾ ഓസ്ട്രിച്ചസിൻ്റെ അടുത്തും ആനിമൽസിൻ്റെ അടുത്തും ആ സ്ഥലത്തിനോടൊക്കെ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ ഈ വാച്ച് ടവറിൽ കയറിയായിരുന്നു.
മുകളിൽ കയറിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല, മൊത്തം കോടയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും താഴേക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറച്ച് ട്രീസിൻ്റെ മുകൾ ഭാഗം പിന്നെ മെയിനായിട്ട് ഫോഗുമാണ് ഞങ്ങൾ കണ്ടത് അവിടെ നിന്നിട്ട്. ബട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഇടുക്കിയിലുള്ളൊരു വലിയ വീടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യും. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ഞങ്ങൾ നിന്ന സ്ഥലത്ത് ചേട്ടൻ 27,000 ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സ്ക്വയർ മീറ്റർ. ബട്ട് എനിക്കറിയില്ല. ബട്ട് നല്ല പ്രിറ്റി ഹൗസസ് ആയിരുന്നു കേട്ടോ ആ വഴി മൊത്തം. പിന്നെ ഞങ്ങളിപ്പോൾ പോണ സ്ഥലം അഞ്ചുരുളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. കേവ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ബേബീസ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷെ അതൊരു കേവ് അല്ല, ഇറ്റ് ഇസ് എ ടണൽ. ഓക്കെ, ending the opening there? Can you? Yes. You know how far that is? 5 kilometers. 5 kilometers. You can still see the light. എനിക്ക് ഇടുക്കിയിലെ മീൽസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ മീൽസ് കഴിക്കാമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തിയതാണ്. പക്ഷേ അവിടുത്തെ മീൽസ് വളരെ മോശമായിരുന്നു, ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാൽവരി മൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ആ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഫുഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാൽവരി മൗണ്ടൊന്നും കയറിയില്ല. ഞങ്ങൾ പോരുന്ന വഴിക്ക് വാട്ടർഫോളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ പോന്നു. ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ട്രിപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഫോർ വാച്ചിങ്.